നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ 260 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. അപകടത്തിൽപ്പെട്ട ബോയിംഗ് 787 വിമാനത്തിന്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കിയതായും പൈലറ്റുമാരുടെ സൈക്കോളജിക്കൽ ഓട്ടോപ്സി പൂർത്തിയായതായും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കോടതിയെ അറിയിച്ചു. ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് തകർന്നു വീണത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ അന്വേഷണമാണ് AAIB നടത്തിവരുന്നത്. എയർ ഇന്ത്യയിലെ മറ്റ് ബോയിംഗ് 787 പൈലറ്റുമാർ, അപകടത്തിൽപ്പെട്ട പൈലറ്റുമാർക്കൊപ്പം മുൻപ് ജോലി ചെയ്തിട്ടുള്ള ജീവനക്കാർ, വിമാനത്തിന്റെ സാങ്കേതിക പരിശോധന നടത്തിയവർ, എയർ ട്രാഫിക് കൺട്രോളർമാർ, കാലാവസ്ഥ നിരീക്ഷകർ എന്നിവരുടെ മൊഴികൾ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു. വിമാനത്തിന്റെ എഞ്ചിൻ മോണിറ്ററിംഗ് യൂണിറ്റിൽ നിന്നുള്ള വിവരങ്ങളുടെ അന്തിമ വിശകലനവും സംഘടനാപരമായ മറ്റ് ഘടകങ്ങളുടെ പരിശോധനയും നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വിമാന ജീവനക്കാരുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ ടേക്ക് ഓഫിന് പിന്നാലെ ക്യാപ്റ്റൻ എഞ്ചിനിലേക്കും ഇന്ധന വിതരണം നിർത്തിയെന്ന രീതിയിൽ അന്വേഷണ സംഘം ആരോപണം ഉന്നയിച്ചതായി കാണിച്ച് ക്യാപ്റ്റന്റെ പിതാവ് പുഷ്കർ രാജ സബർവാൾ കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിനെ തുടർന്നാണ് അന്വേഷണ പുരോഗതി കോടതിയിൽ വ്യക്തമാക്കാൻ AAIB തയ്യാറായത്. മാധ്യമങ്ങളിൽ വന്ന ഊഹാപോഹങ്ങളും പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളും ചില സാക്ഷികളെ മൊഴി നൽകുന്നതിന് നിന്നും പിന്നോട്ട് വലിച്ചതായും ബ്യൂറോ കോടതിയെ അറിയിച്ചു. അപകടത്തിന് തൊട്ടു മുൻപ് പൈലറ്റുമാർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ പരിശോധിച്ചപ്പോൾ ക്യാപ്റ്റൻ എഞ്ചിനിലേക്കുള്ള ഇന്ധനം ഒഴുക്ക് തടഞ്ഞിരുന്നുവെന്നായാണ് US ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ വ്യക്തമാകുന്നത്. എന്നാൽ ഔദ്യോഗികമായ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സമയമായിട്ടില്ലെന്നാണ് അന്ന് AAIB പ്രതികരിച്ചത്. വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ സംഘടനാപരമായ പൊരുത്തക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും വിദഗ്ധ സമിതി പരിശോധിച്ച് വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ആഴ്ചകളിൽ ബാക്കി അന്വേഷണ നടപടികൾ കൂടി പൂർത്തിയാക്കി ഒക്ടോബറോടെ അന്തിമ റിപ്പോർട്ടിന്റെ കരട് തയ്യാറാകാനാണ് AAIB ലക്ഷ്യമിടുന്നത്. US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്ക് ഈ കരട് റിപ്പോർട്ട് കൈമാറും. അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുന്ന അന്തിമ റിപ്പോർട്ട് ഔദ്യോഗികമായി പരസ്യപ്പെടുത്തുകയുള്ളൂ.